ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ കാലാവസ്ഥ ഒന്ന് മാറുമ്പോഴോ പെട്ടെന്ന് പനിയും ചുമയും ജലദോഷവും വരുന്നത് ഇന്ന് മിക്ക വീടുകളിലും വലിയൊരു പ്രശ്നമാണ്. ഒരു വശത്ത് പനി മാറുമ്പോഴേക്കും അടുത്ത വശത്ത് ചുമ തുടങ്ങും. കുട്ടികൾക്ക് ഇങ്ങനെ അടിക്കടി അസുഖങ്ങൾ വരുന്നത് അവരുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടാണ്. സിറപ്പുകളും ആന്റിബയോട്ടിക്കുകളും വാങ്ങിക്കൊടുക്കുന്നതിന് പകരം കുട്ടികളുടെ ശരീരത്തിനുള്ളിൽ നിന്ന് തന്നെ രോഗങ്ങളോട് പോരാടാനുള്ള ശക്തി നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ഈ വീഡിയോയിലൂടെ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് അവരെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമായ 7 മാന്ത്രിക ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക, കാരണം ഇത് നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നെല്ലിക്കയും വിറ്റമിൻ സിയും അടങ്ങിയ ഭക്ഷണങ്ങൾ. ആദ്യമായി നമ്മൾ നൽകേണ്ടത് വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് വിറ്റമിൻ സി. എന്തൊക്കെ നൽകാം? ദിവസവും ഒരു ചെറിയ കഷ്ണം നെല്ലിക്കയോ അല്ലെങ്കിൽ ഓറഞ്ച്, ചെറുനാരങ്ങ വെള്ളം, മുന്തിരി എന്നിവയോ കുട്ടികൾക്ക് നൽകാം. നെല്ലിക്ക നേരിട്ട് കഴിക്കാൻ മടിയാണെങ്കിൽ അല്പം തേനിൽ ചാലിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ ഗുണം പറഞ്ഞു തരാം. ഇത് ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ ഉൽപാദനം കൂട്ടുകയും, അതായത് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഉൽപാദനം കൂട്ടുകയും അതുവഴി അണുബാധ തടയുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം നമ്മുടെ അടുക്കളയിലെ രാജാവായ മഞ്ഞളാണ്. മഞ്ഞളിൽ കുർക്കുമിൻ എന്നൊരു ഘടകമുണ്ട്. നൽകേണ്ട രീതി പറഞ്ഞു തരാം. രാത്രി കുട്ടികൾ കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള പാലിൽ ഒരു നുള്ള് ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും ചേർത്ത് നൽകുക. മഞ്ഞളിനൊപ്പം കുരുമുളക് ചേർത്താലേ ശരീരം അത് വേഗത്തിൽ ആഗിരണം ചെയ്യൂ. ഇതിന്റെ ഗുണം പറഞ്ഞു തരാം. മഞ്ഞളിന് പ്രകൃതിദത്തമായ ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ശേഷിയുണ്ട്. ഇത് കുട്ടികൾക്ക് കഫക്കെട്ടും ജലദോഷവും വരുന്നത് തടയും. മൂന്നാമത്തെ കാര്യം, പലരും വിട്ടുപോകുന്ന ഒന്നാണ് തൈര്. പല അമ്മമാരും വിചാരിക്കാറുണ്ട് തൈര് കൊടുത്താൽ കുഞ്ഞിന് ജലദോഷം വരുമെന്ന്. എന്നാൽ ഇത് തെറ്റായ ധാരണയാണ്. ശാസ്ത്രീയമായ വശം പറഞ്ഞു തരാം. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയുടെ 70% ഇരിക്കുന്നത് നമ്മുടെ വയറ്റിലാണ്. തൈരിൽ പ്രോബയോട്ടിക്സ് അഥവാ നല്ല ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിൽ വെച്ച തണുത്ത തൈര് കൊടുക്കരുത്. സാധാരണ താപനിലയിലുള്ള കട്ട തൈരോ അല്ലെങ്കിൽ മോരോ ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകുക. ഇത് വയറ്റിലെ അണുബാധകൾ തടയും. നാലാമതായി, കുട്ടികളുടെ ഭക്ഷണത്തിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൃത്യമായി ഉൾപ്പെടുത്തുക. ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞു തരാം. കുട്ടികൾക്ക് കൊടുക്കുന്ന സൂപ്പിലോ കറികളിലോ ദോശമാവിലോ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി അരച്ചു ചേർക്കാം. കുട്ടികൾക്ക് ചെറിയ ചുമയോ തൊണ്ടവേദനയോ ഉള്ളപ്പോൾ ഇഞ്ചിനീരും തേനും തുല്യം അളവിൽ ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ആശ്വാസം നൽകും. ഇതിൽ അടങ്ങിയിരിക്കുന്ന അലിസിൻ എന്ന ഘടകം ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന വൈറസുകളെ നശിപ്പിക്കാൻ സഹായിക്കും. അഞ്ചാമത്തെ കാര്യം, കുട്ടികൾക്ക് സ്നാക്സായി നൽകാവുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ദിവസവും രാത്രി വെള്ളത്തിൽ കുതിർത്തു വെച്ച 3 ബദാമും ഒപ്പം 2 ഈന്തപ്പഴവും രാവിലെ കുട്ടികൾക്ക് നൽകുക. ഗുണം പറഞ്ഞു തരാം. ബദാമിലെ വിറ്റമിൻ ഇയും ഈന്തപ്പഴത്തിലെ അയൺ സത്തും കുട്ടികളുടെ വിളർച്ച മാറ്റി ശരീരത്തിന് നല്ല ഊർജവും രോഗപ്രതിരോധ ശേഷിയും നൽകുന്നു. ആറാമതായി, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കുട്ടികൾക്ക് നല്ല ചൂടുള്ള വെജിറ്റബിൾ സൂപ്പ് നൽകുക. എന്തൊക്കെ ചേർക്കാം? ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി എന്നിവ വേവിച്ച് ഇതിൽ അല്പം കുരുമുളക് പൊടിയും നെയ്യും ചേർത്ത് സൂപ്പായി നൽകാം. ഗുണം പറഞ്ഞു തരാം. പച്ചക്കറികളിലെ വിറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തമാക്കും. അസുഖം വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇത് നൽകിയാൽ പെട്ടെന്ന് ക്ഷീണം മാറും. ഏഴാമത്തെ പോയിന്റ്, നമ്മൾ കൊടുക്കേണ്ടതിനെ കുറിച്ചല്ല, മറിച്ച് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒന്നാണ് പഞ്ചസാരയും പാക്കറ്റ് ഭക്ഷണങ്ങളും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതുവഴി? കുട്ടികൾ മിഠായി, ബേക്കറി പലഹാരങ്ങൾ, ഫ്രൂട്ട് ജ്യൂസുകൾ കഴിക്കുന്നതിലൂടെ പഞ്ചസാര അവരുടെ ശരീരത്തിനുള്ളിലെത്തുകയും അവരുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ലെവൽ മണിക്കൂറുകളോളം പകുതിയായി കുറയുകയും ചെയ്യുന്നു. ഇതാണ് പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ കാരണം. പരിഹാരം പറഞ്ഞു തരാം. ബേക്കറി പലഹാരങ്ങൾക്ക് പകരം വീട്ടിലുണ്ടാക്കുന്ന ലഘുഭക്ഷണങ്ങൾ നൽകാൻ ശീലിപ്പിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ കുട്ടികൾ നന്നായി വെള്ളം കുടിക്കുന്നുണ്ടെന്നും കൃത്യസമയത്ത് ഉറങ്ങുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. 1 മാസം കൃത്യമായി ഇത് തുടർന്നാൽ കുട്ടികൾക്ക് അടിക്കടി അസുഖം വരുന്നത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി
കാണുന്ന അമ്മമാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വെയിറ്റ് ഗെയിൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.